എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച. അന്ന് 30 വെള്ളിയാണ്. അതുകൂടാതെ അന്നത്തെ നക്ഷത്രമെന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. അന്ന് വെള്ളിയാഴ്ചയാണ്, അതായത് നാളെ. മറ്റൊരു പ്രത്യേകത, അമാവാസി കഴിഞ്ഞിട്ട് ചന്ദ്രഭഗവാനെ നമ്മൾ കാണുന്ന ദിവസമാണ്. മറ്റൊരു പ്രത്യേകത വസന്ത വിഷുവം ആണ്. അതെന്താണ് വസന്ത വിഷുവം? അന്നത്തെ ദിവസം, അതായത് 2026 മാർച്ച് മാസം 20-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയും പകലും തുല്യമായി വരുന്നു. രാത്രിയും പകലും തുല്യമായി വരുന്നത് ഒന്നുകിൽ മാർച്ച് 21-ഓ 20-ഓ ആയിരിക്കും. ഇത്തവണ മാർച്ച് 20-നാണ്. അങ്ങനെ വരുന്നതിനെ വസന്ത വിഷുവം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും പ്രത്യേകതകളൊക്കെയുള്ള ദിവസമാണ്. അതുകൂടാതെ ജലദേവനായ വരുണദേവൻ അവതരിച്ചത് അന്നേ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ദിവസമാണ് 2026 മാർച്ച് 20. 30 വെള്ളി ആയതുകൊണ്ട് തന്നെ ദേവി പ്രാർത്ഥനയ്ക്ക് വളരെയധികം വിശേഷമാണ്. രേവതി നക്ഷത്രം കൂടി വന്നിരിക്കുന്നത് കൊണ്ട്, രേവതി നക്ഷത്രവും വെള്ളിയാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് മഹാലക്ഷ്മി പൂജയ്ക്ക് വളരെ ഉത്തമമാണ്. ഈ രേവതി നക്ഷത്രത്തിൻ്റെ ദേവനെന്ന് പറയുന്നത്, ദേവത എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന് വിവിധ ഭാവങ്ങളുണ്ട്. അതിൽ തന്നെ സമ്പത്ത് പരിപോഷിപ്പിക്കുന്നതിനും കന്നുകാലികളെ പരിപോഷിപ്പിക്കുന്നതിനും സന്താനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും, അതായത് പ്രോസ്പിരിറ്റി, അഭിവൃദ്ധി ഉണ്ടാക്കിത്തരുന്ന സൂര്യൻ്റെ ഒരു രൂപമായ പൂഷൻ എന്ന ദേവതയാണ് രേവതി നക്ഷത്രത്തിൻ്റെ അധിഷ്ഠാന ദേവത. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത്, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. സമ്പത്തുണ്ടാകുന്നതിന്, ഐശ്വര്യമുണ്ടാകുന്നതിന്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് സമ്പത്തുണ്ടാകുന്നതിനൊക്കെ തന്നെ അന്നേ ദിവസം ദേവതാപ്രീതി വരുത്തുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ കടങ്ങളാണ്, അത് അടച്ചു തീർക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പൈസയെങ്കിലും നാളത്തെ ദിവസം കൊടുക്കാൻ സാധിച്ചാൽ പെട്ടെന്ന് തന്നെ കടം അടച്ചു തീർക്കാൻ പറ്റും എന്നും വിശ്വസിക്കുന്നു. നാളത്തെ ദിവസം മഹാലക്ഷ്മിക്ക് പ്രത്യേക പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ഗ്രാമ്പൂ കൊണ്ട് വിളക്ക് തെളിയിക്കുന്നത് വളരെ വിശേഷമാണ് മഹാലക്ഷ്മിക്ക്. ഗ്രാമ്പൂ കൊണ്ട് വിളക്ക് തെളിയിക്കുകയും ചുവന്ന പൂക്കൾ കൊണ്ട് മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ വാസം നമ്മുടെ വീട്ടിലുണ്ടാകും, എപ്പോഴും ഉണ്ടാകും. മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നമുക്ക് ധാരാളമായി ലഭിക്കുമെന്നാണ് വിശ്വാസം. എങ്ങനെയാണ് ഗ്രാമ്പൂ കൊണ്ട് വിളക്ക് തെളിയിക്കുന്നത്? അതായത് ഒരു മൺചിരാത് എടുക്കുക, മൺചിരാതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ കടുകെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ശുദ്ധമായിരിക്കണം, നെയ്യ് അല്ലെങ്കിൽ കടുകെണ്ണ ഇതെല്ലാം കഴിയുന്നതും ശുദ്ധമായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ശുദ്ധമായ എണ്ണയിൽ നമ്മൾ വിളക്ക് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഫലം ലഭിക്കുകയുള്ളൂ. ഈ വിളക്ക് തെളിയിച്ചു കഴിയുമ്പം അതിനകത്തു നിന്നും വരുന്ന ആ പുക നമ്മൾ ശ്വസിക്കണം. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗന്ധം നമ്മുടെ ശരീരത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ അതിൻ്റേതായ ഐശ്വര്യം നമുക്ക് ഉണ്ടാകും. അശുദ്ധമായ എണ്ണയിലാണ് നമ്മൾ വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ ആ അശുദ്ധമായ പുകയാണ് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് പ്രവഹിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ശുദ്ധമായ എണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ വിളക്ക് തെളിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ നിലവിളക്ക് തെളിയിക്കുമ്പം പോലും ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വിളക്ക് തെളിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു
മൺചിരാത് നമ്മൾ എടുക്കുക. മൺചിരാതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക, തിരിയിടുക. തിരിയിട്ട് കഴിയുമ്പം ആ എണ്ണയിലേക്ക് 2 ഗ്രാമ്പു ആ എണ്ണയിലേക്ക് ഇടുക. അതിനുശേഷം ദീപം തെളിയിക്കുക. ഒരു കൊടിവിളക്കിൽ നിന്നും ദീപം പകർന്ന് നമ്മൾ ആ മൺചിരാതിലേക്ക് തെളിയിക്കുക. മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ദേവിക്ക് വിളക്ക് തെളിയിക്കുക. ദേവിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്രാമ്പൂ കൊണ്ടുള്ള വിളക്ക് നമ്മൾ തെളിയിക്കുന്നത്. ഇനി മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തെളിയിക്കുന്ന നിലവിളക്കിൻ്റെ ചുവട്ടിലായിട്ട് ഈ വിളക്ക് വെക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടും നമുക്ക് ഈ രീതിയിൽ വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഏതു ദേവതയാണോ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ആ ദേവതയ്ക്ക്, മഹാവിഷ്ണുവിനോ മഹാലക്ഷ്മിക്കോ, ഇവർക്ക് 2 പേർക്കും ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. മഹാവിഷ്ണുവിന് തുളസി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. ലക്ഷ്മി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും എന്നാണ് വിശ്വാസം. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എപ്പോഴും നമ്മുടെ അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകും, നമ്മുടെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകും, നമ്മുടെ അലമാരയിൽ സമൃദ്ധി ഉണ്ടാകും. അതായത് ഒന്നിനും ഒരു അല്ലലുണ്ടാവുകയില്ല. സമ്പത്തുണ്ടാകും, സമ്പത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല, കടങ്ങൾ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും, കുട്ടികൾക്ക് ഐശ്വര്യമുണ്ടാകും, കന്നുകാലികൾക്ക് ഐശ്വര്യമുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. എല്ലാ വെള്ളിയാഴ്ചയും ഗ്രാമ്പൂ കൊണ്ട് വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം, മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം. രേവതി നക്ഷത്രം കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ആദിത്യദേവനെ, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അന്നേ ദിവസം വരുണദേവൻ്റെ അവതാര ദിവസമായതുകൊണ്ട് തന്നെ വരുണദേവനെ പ്രാർത്ഥിക്കുന്നത്, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത്, ജലപൂജ ചെയ്യുന്നതൊക്കെ തന്നെ വളരെ വളരെ വിശേഷമാണ്. ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്, പശുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്, പട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത്, പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കുന്നത്, പാവപ്പെട്ട മനുഷ്യർക്ക് അന്നദാനം ചെയ്യുന്നതൊക്കെ തന്നെ അന്നേ ദിവസം ചെയ്യുന്നത് വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം എത്രത്തോളം പുണ്യപ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പുണ്യപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഐശ്വര്യം നമുക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഗ്രാമ്പൂ കൊണ്ടുള്ള ഈ ദീപം തെളിയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പൂജാമുറിയിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ തെളിയിക്കുന്നത് അവിടെ നല്ലൊരു സുഗന്ധം ഉണ്ടാകും. ഗ്രാമ്പൂവും നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പൂ മേടിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. അതിനു വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഗ്രാമ്പൂവും ഏലക്കയും ഒക്കെ മേടിച്ചു വെക്കുക. കാരണം ഇങ്ങനെയുള്ള പൂജ ചെയ്യുന്നതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ മേടിക്കണം. എന്നിട്ട് ഈ ഗ്രാമ്പൂ കൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ വാസമുണ്ടാകും, ഉറപ്പാണ്. ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക, ഭഗവതിയെ പ്രാർത്ഥിക്കുക, നാമങ്ങൾ ജപിക്കുക, ആദിത്യദേവനെ പ്രാർത്ഥിക്കുക, പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക, വരുണദേവനെ പ്രാർത്ഥിക്കുക. കാരണം കൃത്യമായി മഴ പെയ്യുകയും കൃത്യമായി നമുക്ക് വെള്ളം ലഭിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുകയുള്ളൂ. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയാണ്, നമുക്കല്ലെങ്കിൽ ജലമില്ലാത്ത ഒരവസ്ഥ വരികയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ജലത്തിൻ്റെ ദേവതയായ വരുണദേവനെ അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നാളത്തെ ദിവസം ജലം ദാനം ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ആർക്കെങ്കിലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളമോ അല്ലെങ്കിൽ ഒരു ചായയോ അല്ലെങ്കിൽ അല്പം ശുദ്ധജലമോ എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരാൾക്കെങ്കിലും അല്പം ദാഹജലം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം
മറ്റൊന്ന് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ദാനം ചെയ്യാനായിട്ട്, ജലം ദാനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും വലിയ വലിയ ഐശ്വര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ നാളത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നാളത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.